ചേട്ടൻ ചോദിക്കണ്ടേ? ചോദിക്കണം. പീറ്ററിനെ തിരിച്ച് തരുമോ നോക്കട്ടെ. ചോദിച്ചോ. ആരാണ്? ഉണ്ടോ? Where is my diamond? Are you hearing? I need it back with any cost. ഓക്കെ It's ബോസ്. highly expensive. You know? യെസ് ബോസ്. പുള്ളി എന്താണ് പറഞ്ഞത്? യെസ് ബോസ്. അത് നിങ്ങ പറഞ്ഞത്. പുള്ളി എന്താണ് പറഞ്ഞത്? പിന്നെ മിണ്ടാതിരിക്കും. ഇത്രയും വലിയ ഡയലോഗാ. What's happening? പീറ്ററിനെ ചോദിച്ചേ. I will give you 2 more days. No more excuses. Okay? സാറേ പീറ്ററിനെ വിട്ടുതരുമോ? പീറ്റർ ഇവിടെ നിൽക്കും. പകരം എൻ്റെ ഒരാളെ തരും. എന്താണ് ബലം പിടിച്ചിരിക്കണത്? ഫൈൽസിൻ്റെ അസുഖമല്ലുണ്ടോ? എന്താണ് ഇങ്ങനെ പറഞ്ഞത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷാ പറയണ കേട്ടിട്ട് അങ്ങനെയല്ലല്ലോ അയാൾ തോന്നിയത്. എന്നെ കാണുമ്പോൾ പ്രശംസിക്കലാണ്. എന്നെ കാണുമ്പോൾ എപ്പോഴും ഉള്ളതാണ്. എന്ത് പ്രശംസിക്കല്? എനിക്കത് കേട്ടിട്ട് പ്രശംസയാണെന്നൊന്നും തോന്നിയില്ല കേട്ടോ. നിനക്ക് എങ്ങനെ മനസ്സിലായി? പഴയ 9ാം ക്ലാസ്സിൽ ഞാൻ പിന്നെ 9ാം ക്ലാസ്. എന്താണ് കൊടുക്കണ? വാ പോവാ. ഇവനൊക്കെ ആര് ചെലവിന് കൊടുക്കാനാണ്? നിന്റെ കൈ ഞാൻ തല്ലി പിടിച്ചെന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ വണ്ടി മേന്നല്ലേ? കൊല്ലാതെ കേസ് എൻ്റെ പേരിലും കിടക്കട്ട. ഗ്രീനോ വിശപ്പണ്ട. കർത്താവേ, കൊടുങ്ങല്ലൂർക്കാണ് പോണത്. കൂടുതലുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ കാര്യം ഒന്ന് കാത്തു നോക്കണം. 3 കുരിശുകളെയും കൊണ്ടാണ് പോണത്. അതാണ് എൻ്റെ പേടി. മിന്നിച്ചാ മതി. വണ്ടി എടുക്ക്. എൻ്റെ മനസ്സിൽ കണ്ട കൊടുങ്ങല്ലൂരി ഇതൊന്നുമല്ല കേട്ടോ. എൻ്റെ ഗ്രീനോ ആവശ്യമില്ലാത്തൊക്കെ മനസ്സിൽ കണ്ട് തല്ലു അടിച്ചു തരരുതിട്ടാ. ചേട്ടാ പെട്ടുകൊണ്ട് കൊടുക്കണ സുരേതാ. എത്ര സുരേനെ വേണം? ഒരൊറ്റ സുരന. വാ ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ട്. വാ വാടാ. കാസർഗോട്ടേക്ക് ഒരു കാസർഗോഡാ. കേരളം മൊത്തം തന്നെ ഞാൻ ഓടിക്കടാ. നടക്കണത് എന്നെ ഒന്ന് ഒഴിവാക്കി കൂടെ. ബോസിൻ്റെ വണ്ടിയില്ലേ? വാ വാ. ഓക്കെ എന്നോനാ. എന്താണ് സുരേ, സുഖല്ലേ? എന്തായി? നമ്മുടെ ഡയമണ്ടൊക്കെ വിറ്റിട്ട് വീതിച്ചാ? ഏത് ഡയമണ്ട് ബോസ്? അന്ന് കഞ്ചാവ്, ഇപ്പൊ ഡയമണ്ട്. ഞാൻ അവരുടെ കായക്കൊലിയും അലുവയും കൊണ്ടുവന്നതാ. അവനിക്കറിയില്ല, പാവം. അവരെ പറ്റി എനിക്കൊന്നും അറിയില്ല. നാളെ പെരുന്നാളാ. ഇവന് നാളെ പെരുന്നാള്. ഇവന്മാര് വന്നപ്പോഴേ എന്നും പെരുന്നാളാണ്. ഇടിയുടെ പെരുന്നാള്. അപ്പോൾ പോവാം നമുക്ക്. കൂട്ടുകാരെ കൂടി നമുക്കെല്ലാവരും കൂടി പെരുന്നാളൊക്കെ ആഘോഷിച്ച് ക്രിസ്മസ് നമുക്ക് ഇവിടെ ആഘോഷിച്ചാൽ പോരെ? എന്നാ വാ കയറിക്കോ. ഗ്രീനോ തൂക്കിക്കോ. എൻ്റെ ഗ്രീനോ 4 ഡോറില്ലേ അപ്പുറം പോ. ഓക്കെ ബോസ്. എനിക്ക് കയറാൻ വണ്ടി. ഏത് നാരുടെ ബോസ്, ഈ വീട്ടിൽ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുപോയത്. ഏത് ആ ഗർഭിണിക്ക് കഞ്ചാവ് കൊടുത്തെന്ന് അറിയാം. ബോസ്, ഞാൻ സ്ഥലം കാണിച്ചു തന്നില്ലേ? ഞാൻ പൊക്കോട്ടെ. ഈ കാസർഗോട്ടേക്ക് ഒരു ഓട്ടോ ഉള്ളതാ. ഇവനെ വിടണോ? കാസർഗോഡല്ലേ? യുവമാരെ കൂടി കൂട്ടി വിടാടാ. ഡാൻസ് കളിച്ച് വലിയ പരിചയമൊന്നും കണ്ണ് കാണാൻ ഞങ്ങൾക്ക് പിന്നോട് സ്വന്തമായിട്ട് ഡാൻസ് ഗ്രൂപ്പൊക്കെ ഉള്ളതല്ല. നടക്കടാണ്ട്.
ഈ പച്ചപ്പാതിരക്ക് ഏത് കരോളുകാരാ? അവര് കളിക്കട്ടെ അച്ഛാ. എന്നെ തുടങ്ങിക്കോ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഇവരെ ഇവിടെ കലോണ്ടാവും. ഗ്രീനു വെച്ചിട്ടെന്ന് പറഞ്ഞ രാജക്ക് ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. നീലരാവിൽ ക്രിസ്മസ് വരവായി രണ്ടെണ്ണമടിക്കാൻ ഉള്ളിന്നൊരു വിളി വന്നു. വിളി തീരും മുമ്പേ എൻ സാന്താക്ലോസ് വരവായി കൈകളിൽ നിറയെ സമ്മാന പൊതികളുമാ. ഏത് പൊതിയിലാണപ്പൂപ്പ ബോട്ടിലിരിക്കണത്? ലിറ്ററോ ഫുള്ളോ അതോ പൈൻ്റാണോ? സോഡയും ടച്ചിങ്സും വാങ്ങാൻ കളറോ വൈറ്റോ ബ്രാൻഡിയോ റമ്മോ അതോ കൂടിയ വിസ്കിയോ? വേഗം ജെറുസലേമിൽ കാലിത്തൊഴുത്തിൽ വന്നുദിച്ചൊരു താരം, മാനവരക്ഷയ്ക്ക് ഭൂമിയിൽ വന്ന് അവതരിച്ചൊരു ദൈവം. ഇത് ക്രിസ്മസ് എന്നൊരു തിരുദിനമായി ആഘോഷിക്കും കാലം. നാട്ടാരെല്ലാം ആഹ്ലാദത്താൽ ആനന്ദിക്കും കാലം. ഇനി വെള്ളമടിക്കാൻ കമ്പനി കൂടാൻ കേക്കും വൈനും ഒരുക്കി ശരിക്കും കളിക്ക് കളിക്ക്. ബോസ് ഇവരെന്താണ് ഇവിടെ? സാറേ മനസ്സിലായോ? പണി തന്നില്ല സുരേ? എനിക്കറിയില്ല, ഞാൻ പെട്ടുപോയി. അതെ കേക്കട്ടെ സമയം ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ ഇപ്പൊ കഞ്ചാവിന്റെ പരിപാടി കഴിഞ്ഞ് ഡയമണ്ടിന്റെ പരിപാടിയായി അല്ലേ നിങ്ങക്ക്? ഞങ്ങൾക്കറിയോ? നിർത്തടാ. എൻ്റെ ആ ഡയമണ്ട് ഇങ്ങനെ വന്നിട്ട് നീയൊക്കെ സന്തോഷമായിട്ട് ആഘോഷിച്ചോ? ഡയമണ്ടാ? നീയൊക്കെ അവിടുന്ന് ഒരു ലൈറ്റർ കൊണ്ടുപോയാ? അതെന്തേ? അതെന്റെ വീട്ടിലാ. എന്നിട്ടാണ് എന്നാ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പറയടാ എല്ലാവരും. ഹാപ്പി ക്രിസ്മസ്. ഇതേ കാർന്നൊരു കേക്ക് കൊണ്ടുവന്നല്ലോ. ഇതാരാണ്? അച്ഛൻ കട്ട് ചെയ്തോ? നീയൊക്കെ എന്നെ അധികം സൂചിപ്പിക്കാൻ നിൽക്കല്ലേട്ടാ. ആനപ്പിണ്ടോണ കേക്കാണേ കൊന്നു വെച്ചേക്കണം. ചെക്കൻ ബോംബാണോ ഇട്ടത്? ഹാപ്പി ക്രിസ്മസ്. വന്ന് പിടിക്കണം എൻ്റെ ബോസിനാ. അല്ല ബോസ് തീർന്നാ? ഈശ്വര, ഇനി ഒരു കൊലപാതക കേസ് കൂടി ആവും എൻ്റെ പേരിൽ. ഇയാൾക്കിത് ഏതൊരു ഇതിനാണ് പണി. പോലീസ് വന്നാലും ഗുണ്ട് പൊട്ടിയാലും ഇയാൾ തല ഇറങ്ങി.